ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ആയിരിക്കുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ സംരക്ഷണത്തിനും ഒത്തിരിയേറെ സപ്പോർട്ടിനൊക്കെ നമ്മൾ മറ്റു പലയിടക്കിലും പോകാറുണ്ടല്ലേ. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വവും ഏറ്റവും കൂടുതലും സപ്പോർട്ടും തരുന്ന ഒരു സ്ഥലമാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം എന്ന് പറയുന്നത്. അവിടെ ഏത് സമയത്തും നമുക്ക് ചെന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം ഇരിക്കാനുള്ള ഒരു അവസ്ഥയുണ്ട്. കാര്യം നമ്മൾ പലപ്പോഴും പല അവസ്ഥകളിലൂടെ പോകാൻ നേരത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നത് അവർ സംരക്ഷണം അല്ലെ, ഫിസിക്കലായിട്ടും സ്പിരിച്വലായിട്ടും നമ്മൾ സംരക്ഷണത്തിനായിട്ട് പലയിടങ്ങളിലും പോകാറുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമുക്ക് ഏറ്റവും വലിയൊരു സംരക്ഷണ കവചമാണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പിന്നെ എനിക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ സ്നേഹിക്കാൻ പറ്റി. അപ്പം ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ചെല്ലാൻ നേരത്ത്, ഞാൻ ഒരു എക്സ്പോർട്ട് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ജോലി സ്ഥലത്ത് ചെല്ലാൻ നേരത്ത് ഞാൻ എന്ത് ചെയ്താലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് ചെയ്യും. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ നിയോഗങ്ങളിൽ ഏറ്റവും വലുത് ഒന്നാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ രക്ഷ. അപ്പം എൻ്റെ അനുദിന ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ നേരത്ത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ എല്ലാ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന. അതോടൊപ്പം തന്നെ കരുണയുടെ സന്ദേശം എന്ന ഈ പുസ്തകം എന്നെ ഒത്തിരി ജപമാല ചൊല്ലാനും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാനും ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.